എന്തോ ഒരു മാറ്റമുള്ള പോലെ സാറ് തോന്നിയോ? എന്താണ് ആ മാറ്റം സാർ? 100 സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നു. എന്തോ ഒരു മാറ്റമുള്ള പോലെ സാറ് തോന്നിയോ? എന്താണ് ആ മാറ്റം സാർ? മാറ്റം ഈ ഒരു 10 വർഷത്തിന് ശേഷം UDF തിരിച്ചു വരും. സാർ ഭയങ്കര ധൈര്യത്തോടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞാൻ സാറിനെ മീറ്റ് ചെയ്യാൻ വരികയാണെന്ന് ഓബിയസ്ലി ഞാനെല്ലാം കാണുമല്ലോ സാർ. സാർ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഈ കോൺഫിഡൻസിന്റെ ഫൗണ്ടേഷൻ എന്താണ്? ഞാൻ ഈ ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇത് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് തോറ്റി എല്ലാവരും ഡിമോറലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഞാൻ പതുക്കെ അവരുടെ മുറയിലൊക്കെ ബൂസ്റ്റ് ചെയ്ത് ധൈര്യമൊക്കെ കൊടുത്തെങ്കിലും പിന്നെ കുറച്ച് ബൈ ഇലക്ഷൻസ് ഉണ്ടാവും. ആ ബൈ ഇലക്ഷൻസിലൊക്കെ നമ്മള് നന്നായിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, ഭയങ്കര വിജയവും. തൃക്കാക്കരയിലെ, പുതുപ്പള്ളിയിലെ, പാലക്കാടൊക്കെ നല്ല ഇലക്ഷൻ വിജയമുണ്ട്. ഇലക്ഷൻ നല്ല ഞങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തു ഗംഭീരമായിട്ട്. എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിലെ ഓപ്പോസിഷൻ ലൂസ് ചെയ്യുവാണ് ബൈ ഇലക്ഷൻ, നമ്മൾ വിൻ ചെയ്യും. നമുക്കൊരു കോൺഫിഡൻസ് ലെവലിൽ പാർലമെന്റ് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മെജോറിറ്റി കുറേ കൂടെ സീറ്റ് ജയിച്ചു. പിന്നെ ലോക്കൽ ബോഡി വന്നു. ലോക്കൽ ബോഡി വന്നു കഴിഞ്ഞപ്പോൾ 30 years ആയിട്ടാണ് ഈ ലോക്കൽ ബോഡി വന്നിരിക്കുന്നത്. അപ്പൊ അതിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് വിക്ടറി നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പൊ അതോടുകൂടി നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ പ്രിപ്പറേഷൻ വേണം, പ്ലാനിങ് വേണം, എല്ലാം ചെയ്യണം. പിന്നെ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യണം. ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ടീം ബിൽഡ് ചെയ്യണം. അപ്പൊ ദ സെലക്ഷൻ ഓഫ് ദ റൈറ്റ് പേഴ്സൺസ് അറൌണ്ട് യു ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും മോശമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ കൂട്ടി പോകും. അതുപോലെ തന്നെ നല്ല അപ്പൊ എനിക്ക് നല്ല ഫസ്റ്റ് റോ ഉണ്ട്, ടീം ഓഫ് ലീഡേഴ്സ് ഉണ്ട്, നല്ല സെക്കൻഡ് റോ ഉണ്ട്, നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഞങ്ങൾ വലിയ ടീമായിട്ട് അപ്പൊ നല്ല ടീമായിട്ട് വർക്ക് ചെയ്ത്